മാം, വെള്ളപ്പൊക്കം ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? അലോപ്പതിയിൽ മരുന്ന് കഴിച്ചാൽ മാറുന്നുണ്ട്, പക്ഷെ പിന്നെയും അത് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ എത്ര ദിവസം കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത ആയുർവേദ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനു ജോസ് ആണ്. ഡോക്ടർ അനു, സ്വാഗതം. താങ്ക് യു. മാം, വെള്ളപ്പൊക്കം ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? വെള്ളപ്പൊക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്ത്രീകളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സർവിക്സ്, വജൈന ഈ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജാണ് ഈ വെള്ളപ്പൊക്ക് എന്ന് പറയുന്നത്. ഇതിന് അസ്ഥിസ്രാവം അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടുകളിൽ അതിനെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ അസ്ഥിസ്രാവം എന്ന് പറയുമെങ്കിലും ഇത് അസ്ഥിയായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ഇത് കോമൺ ആയിട്ട് തന്നെ സ്ത്രീകളിൽ കാണപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പീരീഡ്സ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞ് ഓവുലേഷൻ്റെ സമയത്ത്, അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞ പാടെ, ഇങ്ങനെ കുറച്ച് സമയങ്ങളിൽ സാധാരണയായിട്ട് നമ്മൾ സ്ത്രീകളിൽ വെള്ളപ്പൊക്ക് കാണാറുണ്ട്. അങ്ങനെ കാണുന്ന വെള്ളപ്പൊക്കിന് പ്രത്യേകം ചൊറിച്ചിലോ ഗന്ധോ അങ്ങനെ യാതൊരു വിധമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വിപരീതമായിട്ട് ഇപ്പോൾ വെള്ളപ്പൊക്കിന് ശക്തമായ ചൊറിച്ചിലുണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായ ദുർഗന്ധം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ പാൻറ്റീസിലൊക്കെ ഒരു കണക്കിലധികമായിട്ട് അത് ഉണ്ടാവുക, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ബോധറായാൽ മതി. മാം, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ, വെള്ളപ്പൊക്ക് എന്ന് പറഞ്ഞാൽ നോർമലി ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കിനോടൊക്കെ നമുക്കത് ഡിസ്ചാർജിനൊപ്പം ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ കുറച്ച് ബാക്ടീരിയകൾ കൂടി ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മുടെ വജൈനൽ pH ഏകദേശം ഒരു 4.5 ആയി നിലനിർത്തുന്നു. അങ്ങനെ ആ ബാക്ടീരിയ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെച്ചാൽ പുറത്തുനിന്നുള്ള അണുബാധ ഉണ്ടാവില്ല. അങ്ങനെ നോർമലി നമുക്കിത് വേണം. പക്ഷേ അതിന് നമുക്കൊരു വെള്ളപ്പൊക്കം ഒരു ഡിസീസായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരിക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദുർഗന്ധം വരിക, നമ്മുടെ പാൻറ്റീസിലൊക്കെ ഭയങ്കരമായി നനയുക. അതിപ്പോൾ നമ്മളിപ്പോൾ പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായി നനഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ ശക്തമായ ചൊറിച്ചിലുകൾ ഉണ്ടാവുക, നമുക്ക് ശരീരം പെട്ടെന്ന് മെലിയുന്ന പോലെ തോന്നുക, നമുക്ക് ക്ഷീണം തോന്നുക, നമുക്ക് എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇത് എന്തൊക്കെ രീതിയിൽ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇത് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? കാരണങ്ങൾ നോർമലി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞല്ലോ, ഈ വെള്ളപ്പൊക്ക് നോർമലി ഉണ്ടാവുന്നതാണ്. ഈ നമുക്കിപ്പോൾ പീരീഡ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് വെള്ളപ്പൊക്ക് ഉണ്ടായി വെച്ചാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഓവുലേഷൻ സമയത്ത് നമുക്ക് ഉണ്ടായെന്ന് വെച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട. അതുപോലെ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ കണക്കിൽ കൂടുതലായിട്ട് നമുക്ക് വെള്ളപ്പൊക്ക് ഉണ്ടാവാറുണ്ട്. മുലയേട്ടുന്ന അമ്മമാരിലും ഇത് കാണുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ നമുക്ക് കാൻഡിഡിയാസിസ്, ബാക്ടീരിയൽ വജൈനോസിസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് അസുഖങ്ങളുണ്ട്. ഈ ബാക്ടീരിയകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഫംഗസ് അണുബാധ കൊണ്ടൊക്കെ നമുക്കിത് കൂടുതലായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇത് ആയുർവേദത്തിൽ എങ്ങനെ ചികിത്സയ്ക്ക് മാറ്റാം? ആയുർവേദത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മളിതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ്, ഇപ്പോൾ ബാക്ടീരിയ കൊണ്ടാണോ, അല്ലെങ്കിൽ ഫംഗസ് കൊണ്ടാണോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ നമുക്ക് ഉണ്ടാവുന്നത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ആയുർവേദത്തിലാണെങ്കിൽ നമുക്ക് മരുന്നുകൾ ഉള്ളിലോട്ട് കഴിച്ചാലും നമുക്കൊരു പരിധിവരെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കഷായങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉള്ളിലോട്ട് കഴിക്കാം, നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ചിലരിലൊക്കെ ഞാൻ കണ്ടുവരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം വരാം, അല്ലെങ്കിൽ കളർ ചേഞ്ച് വരാം. നോർമലി ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക് എന്ന് പറഞ്ഞാൽ വെള്ള കളറിലായിരിക്കും. പക്ഷേ ഇതിൽ ഇതായിട്ട് ചിലപ്പോൾ ചാര നിറത്തിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ബ്ലഡിൻ്റെ കളറിലോ, അല്ലെങ്കിൽ നമുക്ക് പച്ച നിറത്തിലൊക്കെ ഡിസ്ചാർജുകൾ കാണാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് OP ബേസ് മാത്രമല്ലാതെ IP നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഈ ഉള്ളിലേക്ക്, വജൈനേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മരുന്ന് വെക്കാം, അല്ലെങ്കിൽ ദൂഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആയുർവേദത്തിലോ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കഷായ മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് കഴുകി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് നമ്മുടെ നെയ്കളായിട്ടാണെങ്കിലും നമുക്ക് ഉള്ളിലോട്ട് വെക്കാം. ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അത് നമ്മൾ ഓരോ കണ്ടീഷൻ എന്താണോ ആ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ആഹാരത്തിൽ നമുക്കിത് മാറ്റണോ? ആഹാരത്തിൽ മാറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുവരുന്നതാണ്. ചില OP പേഷ്യൻസിനൊക്കെ നമുക്ക് കണ്ടുവരുന്ന അധികമായിട്ട് മധുരം ഉപയോഗിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പുളി ഉപയോഗിക്കുന്നവർക്ക്, എരിവ് ഉപയോഗിക്കുന്നവർക്കൊക്കെ വെള്ളപ്പൊക്ക് കൂടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഫുഡുകൾ ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. പക്ഷേ ഈ പറഞ്ഞ പോലെ വെള്ളപ്പൊക്ക് ഭയങ്കരമായിട്ട് വരുമ്പോൾ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ വറുത്തതും പൊരിച്ചതായിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമുക്ക് കുറച്ചാൽ ഒരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക, അതൊന്ന് ശ്രദ്ധിച്ചാൽ. അലോപ്പതിയിൽ മരുന്ന് കഴിച്ചാൽ മാറുന്നുണ്ട്, പക്ഷെ പിന്നെയും അത് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ എത്ര ദിവസം കൊണ്ട് പെർമനൻ്റായി മാറാൻ പറ്റും? അതിൽ നമുക്ക് ദിവസങ്ങളുടെ കണക്കല്ല അവിടെ പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൻ്റെ ഒരു ശാസ്ത്ര തത്വം എന്ന് പറയുന്നത് നിദാന പരിവർജനം. എന്താണോ അതിൻ്റെ കോസ് അതിനെ നമ്മൾ റൂട്ടോടെ കളയുക എന്നുള്ളതാണ് ആയുർവേദത്തിൽ പറയുന്നത്. അത് തന്നെയാണ് ഈ വജൈനൽ ഡിസ്ചാർജിനെ കുറിച്ച്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കിനെ കുറിച്ച് നമുക്ക് പറയുന്നത്. അവിടെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് വരുന്നോ അത് കറക്റ്റായിട്ട് റീസൺ കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഈ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളിലോട്ട് മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ മാറാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷേ അതിനും കൂടുതലായിട്ട് നമ്മളിപ്പോൾ സ്ഥാനിക ചികിത്സ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഗൈനക്കോളജിയിൽ അറിയാം, ഈ പറഞ്ഞ പോലെ ദൂഷ്, വജൈനൽ ദൂഷ്, ഉത്തരവസ്തി, ഇങ്ങനെയുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു പരിധിവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈ വെള്ളപ്പൊക്കം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. പക്ഷേ പിന്നെ അത് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ അവരുടെ പങ്കാളിക്ക്
ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസോ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ഇതുണ്ടെങ്കിൽ അത് ഈ സ്ത്രീകളിൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യനെ മാത്രം, ഇപ്പം കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഭാര്യയ്ക്ക് മാത്രം കൊടുക്കാതെ ഭർത്താവിനും കൂടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത് വെള്ളപ്പൊക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ നോർമലി നമുക്ക് ഈ പറഞ്ഞ പോലെ കോൺട്രാസെപ്റ്റീവ്സ്, ഗർഭനിരോധക ഗുളികകളൊക്കെ കഴിക്കുന്നവർക്കും ഇത് കൂടുന്നുണ്ട്. അപ്പോൾ എന്താണോ അതിൻ്റെ റൂട്ട് കോസ്, നമ്മളിപ്പോൾ എല്ലാ മാസവും നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ ദിനചര്യയിലാണെങ്കിലും നമ്മുടെ റൊട്ടീൻസിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെയാണ് ഈ പറഞ്ഞ പോലെ HB അനീമിയ കുറവുള്ളവർക്ക് ഇത് കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് കറക്റ്റ് ചെയ്ത് അതിൻ്റെ കാരണങ്ങൾ കറക്റ്റ് ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ വെള്ളപ്പൊക്കിൻ്റെ വലുതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കൊന്ന് രക്ഷ നേടാൻ പറ്റും. സ്ത്രീകൾക്ക് ഇത് വരാണ്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിൽ ശ്രദ്ധിക്കണം? നമ്മളത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഇതാക്കേണ്ട ഒരു കാര്യം, വെള്ളപ്പൊക്കം ഒരു രോഗമല്ല. നമുക്കിപ്പോൾ കുട്ടികളോടാണെങ്കിലും നമ്മളിപ്പോൾ OP വരുന്ന അമ്മമാരോട് നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾക്കിപ്പോൾ കുട്ടികളിലാണെങ്കിലും നിങ്ങളിലാണെങ്കിലും നമ്മൾ പീരീഡ്സ് വരുന്ന ഈ സമയത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഓവുലേഷൻ സമയത്ത്, പീരീഡ്സ് കഴിഞ്ഞ സമയത്ത്, ഇതിലൊക്കെ നോർമലായിട്ട് എല്ലാവരിലും കാണും. അതെപ്പോഴും നമ്മൾ അമ്മമാരെക്കുറിച്ചും കുട്ടികൾക്ക് നമ്മൾ അവയർനെസ് കൊടുക്കണം. കാരണം പെട്ടെന്ന് ഒരാൾ ഡോക്ടർ എനിക്ക് വെള്ളപ്പൊക്കമാണെന്ന് പറഞ്ഞ് വരാറുണ്ട്, പക്ഷേ അതൊരിക്കലും ഒരു രോഗാവസ്ഥയല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ഇത് വരുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ എപ്പോഴും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ വ്യക്തി ശുചിത്വം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു പീരീഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന എന്തോരം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാം. പക്ഷേ ആ സമയത്തും പലർക്കും ഈ പറഞ്ഞ ഈവൻ മൂത്രം ഒഴിക്കാൻ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ പോലും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സാനിറ്ററി പാഡുകളാണെങ്കിലും നമ്മളൊരു 6 മണിക്കൂർ, ഇതിപ്പോൾ പീരീഡ്സ് കൊണ്ട് ബ്ലഡ് കൊണ്ട് നിറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, എന്ത് ചെയ്തും 6 മണിക്കൂർ കൊണ്ട് നമ്മളത് മാറ്റണം. അതുപോലെ നമ്മൾ എപ്പോഴും അത് ഹൈജീനിക് ആയിരിക്കണം. ആ ഒരു വജൈനൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഹൈജീനിക്കായി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളെപ്പോഴും കഴുകുമ്പോൾ നമ്മൾ പല ആൾക്കാരും നമ്മളോട് വന്നിട്ട് OP വന്ന് പറയുന്നത്, ഡോക്ടറെ എനിക്ക് ചൊറിച്ചിൽ അവിടെ ഉണ്ട്, അപ്പോൾ ഞാൻ ചൊറിയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഉപ്പിട്ടിട്ട് നന്നായിട്ട് അങ്ങ് ചൂടുവെള്ളത്തിൽ കഴുകുന്നത്. പക്ഷേ അത് ഒരു ഉപ്പിട്ട് കഴുകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തേക്കുള്ള ഒരു എന്താ പറയുക റിലീഫ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോഴും നമ്മൾ അവിടുത്തെ ബാക്ടീരിയകളെ നശിപ്പിക്കുകയാണ്. നോർമലി നമ്മുടെ അവിടുത്തെ ഈ പറഞ്ഞ പോലെ വജൈനൽ pH കീപ്പ് ചെയ്യാൻ ഒരു ലാക്ടോബാസിലസ് ബാക്ടീരിയകളുണ്ട്. ഈ ഉപ്പിട്ട് കഴുകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്ടീരിയകൾ നശിച്ച് വീണ്ടും അത് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും അത് ഉപ്പിട്ട് വെള്ളത്തിൽ അവിടെ കഴുകി കൊടുക്കരുത്. ആ pH എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പരിധി വരെ പുറത്തുനിന്നുള്ള അണുക്കൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ യോനി ഭാഗം അല്ലെങ്കിൽ വജൈനൽ റീജിയൻ കഴുകുമ്പോൾ ഒരിക്കലും ബാക്കിൽ നിന്ന്, അതായത് നമ്മുടെ ഏനൽ റീജിയൻ നിന്ന് നമ്മൾ മുമ്പോട്ട് കഴുകരുത്. കഴുകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ബാക്കോട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. ഈ കഴുകുമ്പോൾ തന്നെയാണെങ്കിൽ നമുക്കറിയാം നമ്മളവിടെ പെർഫ്യൂംസ് ഉപയോഗിക്കാറുണ്ട് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഡിറ്റർജൻസ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര pH കൂടിയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊന്നും നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും ആ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ സോപ്പുകളോ ഡിറ്റർജൻറ്റുകളോ അല്ലെങ്കിൽ പിന്നെ പെർഫ്യൂംസോ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം, വ്യക്തിശുചിത്വം നല്ല രീതിയിൽ കീപ്പ് ചെയ്യണം. ഫുഡിലാണെങ്കിലും കൂടുതലായിട്ട് മധുരം അങ്ങനെയുള്ള ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ പങ്കാളിക്ക്, നമ്മുടെ പാർട്ട്ണറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഷുഗറുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭാര്യമാരിൽ പിന്നെ എന്താ ഡിസ്ചാർജ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കീപ്പ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ മാനേജ് ചെയ്യുക. നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കറക്റ്റ് ചെയ്യുക. നമ്മൾ അനീമിക്കാണെങ്കിൽ നമ്മൾ HB കുറവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊക്ക് എന്നുള്ളൊരു രോഗാവസ്ഥയിലേക്ക് മാറാതെ നോർമലായിട്ട് തന്നെ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ സ്ത്രീകൾ ഇത് പറയാൻ മടിക്കുകയാണ്, ഡോക്ടറെ അടുത്ത് പോകാനോ ഇതല്ലേ പറയുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് കൂടുകയാണ്. അപ്പോൾ ഇത് വേറെ രോഗങ്ങൾക്കൊക്കെ മാറുമോ? ഉറപ്പായിട്ടും. അതായത് നമുക്ക് നമ്മുടെ OP-യിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ പറഞ്ഞവരെ എനിക്ക് വെള്ളപ്പൊക്കമാണ്, നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, ഇങ്ങനെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രമേ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും പറയാറുള്ളൂ. അതിപ്പോൾ കുട്ടികളാണെങ്കിലും ശരി, അമ്മമാരാണെങ്കിലും ശരി, വലിയ സ്ത്രീകളാണെങ്കിലും ശരി, അവർ ഒന്നിനും അതിന് റിപ്ലൈ ചെയ്യാറില്ല. പക്ഷേ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഏറ്റവും ഫസ്റ്റ് ഇതായിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അത് പ്രീ ക്യാൻസറസ് ആയിട്ട്, അത് ക്യാൻസറിന് മുമ്പുള്ള രീതിയിലേക്ക് മാറാറുണ്ട്. അതിന് നമ്മളെപ്പോഴും നമ്മുടെ OP-യിൽ വരുന്നവരാണെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടർ ആണെങ്കിൽ പാപ്സ്മിയർ പോലുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല, നമ്മൾ അതുപോലുള്ള ഇത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാരണം അതൊരു പ്രീ ക്യാൻസറസ് ലീഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വജൈനൽ ഡിസ്ചാർജ് വന്ന് ഈ പറഞ്ഞ പോലെ നോർമലിന് അബ്നോർമലായിട്ട് തോന്നുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഇച്ചിങ്ങോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസ്ചാർജ് വരുന്നു, ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടാവുന്നു, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആയുർവേദ ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അലോപ്പതി ഗൈനക്കോളജിസ്റ്റിനെയും കണ്ടിട്ട് അതൊരു പ്രീ ക്യാൻസറസ് ലീഷൻ എത്തുന്ന തരത്തിലേക്കുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. സ്ത്രീകൾ പറയാൻ മടിക്കുന്ന ഈ വെള്ളപ്പൊക്കിനെ കുറിച്ച് ഇത്രയും നന്നായി അറിവുകൾ പറഞ്ഞു തന്ന ഡോക്ടർ അനു മാമിന് ഒരുപാട് നന്ദി. വെള്ളപ്പൊക്കിനെ കുറിച്ചുള്ള ഈ അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും ലൈക്കും ചെയ്യുക.